മാറ്റാൻ പോവാ. എന്തിനാ ഇപ്പൊ ഈ സ്കൂളിൽ നിന്ന് മാറുന്നേ? ഇവിടെ നിന്ന് മാറല്ലേ പ്ലീസ്. ആരാ നിങ്ങളെ മാറ്റുന്നേ? സത്യങ്ങളാണോ? അമ്മമ്മയും അമ്മൂന്റെ അമ്മയും അച്ഛനും എല്ലാരും കൂടെ പറയുന്നത് കേട്ടതാ. ഈ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ അച്ഛന് പറ്റില്ല. അതുകൊണ്ടാ ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നേ. ഏത് സ്കൂളിലോട്ടാ മാറുന്നേ? അടുത്ത വർഷം ഇവിടെ നിന്ന് മാറ്റി ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കുമെന്നാ പറഞ്ഞത്. ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത ആവശ്യമം. അപ്പോ നമ്മുടെ 4 റേഞ്ചേഴ്സ് ഇവിടെ നിന്ന് പോയാ പിന്നെ അതൊക്കെ പോയില്ലേ? നിങ്ങളില്ലാതെ ഇവിടെ ഒരു രസവും ഇല്ല. അത് മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ അവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിക്കോ? എല്ലാ സ്കൂളിലെ പഠിത്തവും ഒരേപോലെയാണെന്നാ അമ്മാമ്മ പറയുന്നേ. അപ്പൊ നിങ്ങൾ മാറുമല്ലേ? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ. നീ വിഷമിക്കണ്ട. ഇവിടുന്ന് പോയാലും നിന്നെ ഞങ്ങൾ മറക്കില്ല. ഞങ്ങൾ അച്ഛനെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് വരും. ഇല്ലെങ്കിൽ സൺഡേ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാലേ മതി. പക്ഷേ ഇതുപോലെ എന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ബെല്ലടിച്ചു. വാ പോവാ. അതെന്താ പറ്റിയ? ടീച്ചേഴ്സ് ആരെങ്കിലും മോളെ വഴക്കു പറഞ്ഞോ? പിന്നെ കൂട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കിയോ? അത് കൊള്ളാം. പിന്നെ എന്തിനാ ഇപ്പൊ സ്കൂള് മാറുന്നേ? അമ്മ എന്തൊക്കെ ആ സ്കൂളിൽ നിന്ന് പോവാ. അതെന്താ? മോളോട് ഇക്കാര്യം ആരാ പറഞ്ഞേ? അമ്മ എന്തോ തന്നെയാ പറഞ്ഞത്. അതെന്തിനാ ഇത്ര പെട്ടെന്ന് അവര് സ്കൂൾ മാറുന്നേ? അവരുടെ പാരന്റ്സിന് സ്കൂളിലെ വലിയ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. അവരേതോ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റാൻ പോവാന്നാ പറഞ്ഞേ. അവര് സ്കൂള് മാറ്റിയ ഇനി ഞാൻ സത്യങ്ങളോട് മിണ്ടില്ല. ഇതാണോ കാര്യം? അവര് സ്കൂൾ മാറാനൊന്നും പോകുന്നില്ല. മോളെ വിട്ടിട്ട് അവർക്ക് അങ്ങനെ പോവാൻ പറ്റുമോ? മോള് സമാധാനായിട്ടിരിക്ക. പക്ഷേ ഫീസ് കൊടുത്തില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അവരില്ലാത്ത സ്കൂളിൽ എനിക്ക് പഠിക്കണ്ടമ്മേ. നിങ്ങളെന്താണ് ഇങ്ങോട്ട് വന്നത്? കാര്യങ്ങളൊക്കെ ഞാൻ ഓഫീസിച്ച് പറഞ്ഞിരുന്നതല്ലേ? എന്നാലും സാറ് ഞങ്ങളോട് ചതിയെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത്? സാറൊന്ന് ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് കേസ് ജയിക്കാമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ ഞങ്ങളുടെ കേസ് തീരെ ശ്രദ്ധിച്ചില്ല. സാറിന്റെ അശ്രദ്ധ അനാസ്ഥയും കൊണ്ടാണ് നമ്മുടെ കേസ് തോറ്റത്. സാറ് മാത്രം അതിന് ഉത്തരവാദി. നിങ്ങൾ ചോദിച്ച പണം ഞങ്ങൾ തന്നതല്ലേ? എന്നിട്ടും പ്രതിഭാഗത്തിന്റെ കൂടെ ചേർന്ന് നിങ്ങൾ ഞങ്ങളെ ചതിക്കുമായിരുന്നു. അനാവശ്യം പറയരുത് കേട്ടോ. എന്തനാവശ്യം? പ്രതിഭാഗത്തിന്റെ കാശ് വാങ്ങിയിട്ട് നിങ്ങൾ കേസ് അങ്ങ് ഉഴപ്പി. നിങ്ങളെപ്പോലുള്ള വക്കീലന്മാരാണ് ഈ നാടിന്റെ ശാപം. നിർത്തണോ? മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ ആരോടാണ് സംസാരിക്കണം അറിയാമോ? അറിയാ സാറേ, ഞങ്ങളെ ചതിച്ച വക്കീലിനോട്. ഈ വക്കീല് കാരണം ഞങ്ങൾക്ക് എത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നറിയോ? ഇതിനൊക്കെ ഇയാള് സമാധാനം പറയോ? കോടതിയിൽ ഞാൻ എന്റെ ഭാഗം കൃത്യമായിട്ട് വാദിച്ചതാണ്. ജഡ്ജി അങ്ങനെ ഒരു വിധി എഴുതിയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കള്ളം പറയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് കേസ് തോപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? മതി, നിർത്ത്. ഒരക്ഷരം മിണ്ടരുത്. നിങ്ങൾ തന്ന പണം ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു തരും. പോരെ? നിങ്ങൾ തന്ന പണം ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ ഒരു വക്കീലും തന്റെ കേസ് തോക്കാൻ വേണ്ടി കോടതിയിൽ വാദിക്കാറില്ല. ചില കേസുകൾ ജയിക്കും, ചിലത് തോക്കും. അത് കേസിൽ അലസത കാണിച്ചിട്ടൊന്നുമല്ല. തീർന്നല്ലോ. ഇനി ഇവിടെ കിടന്ന വർത്താനം പറഞ്ഞ രണ്ടിനെയും തൂക്കി ഞാൻ അകത്തിടും. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും ശ്രമിച്ചതിന് 2 അഴിയെണ്ണേണ്ടി വരും.
പറഞ്ഞേക്കാം, മനസ്സിലാടാ. കേസാകുമ്പോ ചിലപ്പോ ജയിക്കും തോക്കും. തോറ്റാൽ അപ്പീല് പോണം. ഇതിന് മുകളിലും കോടതി ഉണ്ടല്ലോ. സാറും കൂടി ഈ വക്കീലിന്റെ കൂടെ കൂടരുത്. ഇങ്ങനെ ചതിയനാണ്. നല്ല കഴിവുള്ള വേറെ ഏതെങ്കിലും വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. ഓ, വാടാ. അളിയ അളിയന്റെ പെങ്ങളൊക്കെയാ, കാര്യം ശരി തന്നെ. പക്ഷേ ഇതെന്ത് സ്വഭാവം അളിയ? സമൃദ്ധയോട് ഇവക്ക് വല്ലാത്ത അസൂയാണെന്ന് എനിക്ക് തോന്നുന്നു. താനെവിടെയായിരുന്നു? ഗൂഗിൾ വന്നിട്ട് അധികം നേരമായോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും ഈ വീട്ടിലിങ്ങനെ അടച്ചുമൂടി ഇരിക്കരുതെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണമെന്നും ഗൂഗിൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളേ? അല്ല, ഗൂഗിൾ എന്താ ഇപ്പൊ ഇക്കാര്യം എന്നോട് എടുത്തു ചോദിച്ചേ? ഇതുവരെ ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരിയാ, പക്ഷേ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒരു മനസ്സമാധാനത്തിന്. വെറുതെ ടെൻഷൻ അടിച്ച് മനുഷ്യൻ മരിക്കണ്ടല്ലോ.